വയനാട് കണിയാമ്പറ്റയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെക്കും. അനുയോജ്യമായ സ്ഥലത്ത് കടുവയെ കണ്ടാൽ മയക്കുവെടിവെക്കുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. ഇന്നലെ രാത്രി കണ്ട ശേഷം പിന്നീട് കടുവയെ കണ്ടിട്ടില്ല. ഇന്ന് നടത്തിയ പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ വനത്തിലേക്ക് തിരിച്ചുപോകാൻ സാധ്യതയില്ല എന്നാണ് നിഗമനം. സാനിയോ മനോമി വിവരങ്ങളുമായി. സാനിയോ, ഇന്നലെ ഏകദേശം 9 മണിയോടുകൂടിയാണല്ലോ 8:50 കഴിഞ്ഞു കാണണം. കടുവയെ ഓടുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെയാണല്ലോ പകർത്തിയത്. സാനിയോ, ആ ദൃശ്യങ്ങളുണ്ട്. കടുവ ജനവാസ മേഖലയിലേക്കാണ് ഓടിപ്പോയിരുന്നത്. പടക്കം പൊട്ടിച്ച് ഓടിക്കാനുള്ള ശ്രമങ്ങളും കണ്ടിരുന്നത്. പിന്നീട് എവിടേക്കാണ് എന്നതിൽ ഒരു വിവരവുമില്ല എന്നാണോ? സ്മൃതി, അക്കാര്യം നമുക്ക് ഇപ്പോൾ DFO നമുക്കിപ്പോൾ ഉണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അതായത് സർ, പുതിയ പക്മാക്സ് ഇന്നലെ നമ്മൾ ഈ റോഡിൽ തന്നെ പക്മാക്സ് കാണുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല വയലിൽ ഈ വനത്തിലേക്ക് പോകുന്ന വഴിയിലൊക്കെ പക്മാക്സ് കാണുന്നുണ്ട്. വനത്തിലേക്ക് കയറാനുള്ള സാധ്യത, അതിൻ്റെ എല്ലാ സാധ്യതയാണ് ഉള്ളത്. ഈ പറയുന്ന ടൈഗർ റോഡ് ക്രോസ് ചെയ്ത് പാതിരി റിസർവ് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും RRT ട്രാക്കിംഗ് ടീം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാക്സ് പരിശോധിച്ച് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ട്രാക്കുമായി താരതമ്യം ചെയ്ത് ഇതിനൊരു സ്ഥിരീകരണം നൽകുന്നതാണ്. തിരിച്ചു പോയതായിട്ടുള്ള മാർക്സ് ആണ് ഇപ്പോൾ കാണുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. പുഴയിൽ ഇറങ്ങിയാലും അത് പോവുമായിരിക്കും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഇവിടുന്ന് ഏറ്റവും അടുത്ത് പാതിരി റിസർവ് ആണ്. ഹാർഡ്ലി 1 to 2 കിലോമീറ്റേഴ്സ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ പക്മാർക്സ് ഈ റോഡിലൂടെ കൃത്യമായി പക്മാർക്കുണ്ട്. അതിനുശേഷം വയലിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം വയലിലൂടെ പക്മാർക്കുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് തൊട്ടപ്പുറത്തുള്ള വനമേഖലയിലേക്ക് ഇത് കയറിപ്പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇവരിപ്പോൾ അത് പരിശോധിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ആ പക്മാർക്ക് തിരിച്ചു പോയതിൻ്റെയാണോ അല്ലെങ്കിൽ ഈ കടുവയുടെ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പ്രദേശത്താകെ നിരോധനാജ്ഞയുണ്ട്. അപ്പോൾ ആർക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ, ആളുകൾക്ക് കട തുറക്കാൻ പറ്റാതെ, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവിടെ നിൽക്കുകയാണ് അല്ലേ? അതെ, എനിക്കൊപ്പം നാട്ടുകാരുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കട തുറക്കാൻ കഴിയുന്നില്ല, അത്തരം ആശങ്കകളൊക്കെ ഉണ്ടോ? ഉണ്ട്. സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പിള്ളേർക്ക്. പരീക്ഷയൊക്കെ എക്സാമാണ്, എല്ലാം ലീവാക്കി വീട്ടിലാണുള്ളത്. ആശങ്ക ഉണ്ടോ? ആശങ്കയുണ്ട്. തീരുമാനമായിട്ടില്ല ഇതുവരെ. ഇപ്പം RRT ടീമും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് വയലിൽ കൂടെ. അപ്പോൾ ഇന്നലെ അത് അങ്ങനെ ഫോറസ്റ്റിൻ്റെ ഇവിടുന്ന് 2 കിലോമീറ്റർ ഫോറസ്റ്റ് നിർവ്വഹണത്തേക്ക് പാസ്സായില്ല എന്നാണ് നമുക്കൊരു ഡൗട്ട്. അപ്പോൾ ഒരു സാർമാരൊന്നും കറക്റ്റ് പറയുന്നില്ല കാര്യങ്ങളും ഇതൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്, പഠിക്കമ്പയിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാരെല്ലാം വയലിൻ്റെ നിൽക്കുക. കാരണം അവിടെ ഒരു കൺഫേം ആക്കിയില്ല. അവിടെ ചിലപ്പോൾ അവിടത്തേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൺഫേം സാർമാരൊന്നും പറയില്ല. ഒരു കൺഫേം ആക്കി തരാൻ പറയണം. വാർഡ് മെമ്പറാണ്. ഈ നാട്ടുകാരുടെ ഒരു ആശങ്ക ഇത്തരത്തിലാണ്. അതായത് അവർക്ക് പരീക്ഷയ്ക്ക് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കടകൾ തുറക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ സാഹചര്യമുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13ാം വാർഡിലാണ് നിലവിൽ പനമരം സ്കൂൾ ഉള്ളത്. അതിൽ പനമരം 13ാം വാർഡിനെ ഒഴിവാക്കിയിട്ടുള്ള മറ്റ് വാർഡുകളിലേക്കാണ് അവധി പ്രഖ്യാപിച്ചത്. അപ്പം 15ാം വാർഡിലായിരുന്നു ആദ്യം കടുവ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി അവിടുത്തെ കുട്ടികളൊക്കെ പനമരം സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ സ്കൂൾ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. എക്സാം ആയതുകൊണ്ട് കഴിവതും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എക്സാം ആയതുകൊണ്ട് ഒഴിവാവരുത് എന്ന രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോവുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ലീവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മളെ ഈ ഭാഗങ്ങളിൽ ലൊക്കാലിറ്റി അറിയുന്ന ആൾക്കാർ ഒന്ന് വാർഡുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവധി പ്രഖ്യാപിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതേപോലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വളരെ ഒരു പ്രശ്നത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷാ സമയം കൂടിയാണ് എന്നുള്ളതാണ് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. അതാണ് ഇപ്പോൾ രക്ഷിതാക്കളടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കടുവ അവിടെ എവിടെയോ ഉണ്ട് എന്നുള്ള ആശങ്കയിൽ അവിടെ നിരോധനാജ്ഞയാണ്. സാനിയോ മനോമിയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.